إياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عند أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وتدفع عنا وعنا ببلدنا وبيتنا ما يسمع الناكر والداء القامع والوباء القاتل إنك مجيب السامع وأن تصرف عنا التعاون والبلاء وأن ترسمنا من ذلك هديك والوباء وأن تجبنا بنورك من شر അമ്പിയാക്കന്മാരെ അവരെ പുകഴ്ത്തി പറയാൻ അതൊരു ഇബാദത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പിന്നെയും പറയുന്നു സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ അവരെ പുകഴ്ത്തി പറയാൻ അത് കഫാറത്താണ്. ഞങ്ങൾ ചെയ്ത ദോഷങ്ങളെ അത് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ ശൈഖുന ഉസ്താദ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങൾ കണ്ടറിഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് റൂട്ടിലാണ് ജീവിച്ചത്, ഏത് റൂട്ടിലാണ് നമുക്ക് ജീവിച്ച് പാഠം പഠിപ്പിച്ച് കാണിച്ചു തന്നത്, ആ റൂട്ടിൽ ഹദീസിൽ എങ്ങനെ പറഞ്ഞതാണോ ആ രീതിയിൽ ഒരു പണ്ഡിതൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മലനാടിൽ അത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർക്കാണെന്ന് ഇന്നേവരും പറയുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അതുപോലെ ജീവിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന മഹത്തായ ഒരു പണ്ഡിതനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രയും ലളിതമായി നാലിന്ത്യത്തോടുകൂടെ ഒരു ചെറിയ മുതല്ലിം ഉസ്താദിന്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തെ മഹലിന്റെ ഖത്തീബടക്കമുള്ളവർ അവർ പറയുന്നു, ഞാൻ ചെറിയ മുതല്ലിമായി ഇരിക്കുന്ന സമയത്തിൽ ഉസ്താദിന്റെ അടുത്തേക്ക് ഞാൻ കടന്നു വന്നിരുന്നു. വഹാലിനായി വന്ന സമയത്തിൽ ഉസ്താദിന്റെ ആ വിഷയങ്ങളും ഉസ്താദ് ആദരിക്കുന്ന ആദരവും എത്രയും വിനയപൂരിതമാണെന്ന് അവിടുത്തെ ഉസ്താദന്മാർ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറിയ മുതല്ലിമിനെ കണ്ട ചരിത്രം നിങ്ങളോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഹിന്ദവ സഹോദരങ്ങളടക്കം ഇന്ന് ഞങ്ങളുടെ ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരനെ, അതുപോലത്തെ ഒരു പണ്ഡിതനെ, അതുപോലത്തെ ഒരു ഗുരുവിനെ നാം കാണലില്ലാത്ത ഒരു പലതും അവർ പറയുന്നത് കേൾക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൗഹാർദ്ദമായി നോക്കുന്നുണ്ടെങ്കിലും ഹിന്ദു മുസ്ലിമുമായി അത്രയും ബാന്ധവ്യത്തോടുകൂടെ എന്റെ മൂടികൾ അടക്കം പറയുന്നത് ഒരു ഗ്രാനൈറ്റിന്റെ കടക്കാരൻ പറയുന്നത്, ഉസ്താദ് ഏത് സമയത്തിലും നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു ചായ കുടിച്ച് പോകുന്ന ഗുരുക്കളാക്കി ചെന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രയും ലളിതമായി ജീവിച്ച ഒരാളും കൂടിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്. ഉസ്താദ് സമസ്തയെ സംബന്ധിച്ച്, എസ്കെഎസ്എഫിനെ സംബന്ധിച്ച്, ഈ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ച് പറയാത്ത വേദികളിലെ സഹോദരങ്ങളെ, ഈ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ സമസ്തയും മദ്രസയെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദിലേക്ക് കുരിശുകൾ എടുത്തടിച്ചവരുണ്ട്, ഉസ്താദിന്റെ എതിരിലേക്ക് കുരിശെറിഞ്ഞ് നടന്നവരുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അതൊക്കെയും അതിന്റെ മേൽ നടന്നിട്ട് പോലും ഞങ്ങൾ ഉസ്താദ് താല്പര്യം അതിലേക്ക് കാണിച്ചുകൊണ്ട് ഇനിയും ആ സമസ്തയെ വളർത്തണം. ആ സമസ്ത അവസാനം മരിക്കുന്നതുവരെ സമസ്തയെ നെഞ്ചോടടിച്ചു വെച്ചുകൊണ്ട് ജീവിച്ച ഒരാളായിരുന്നു ശൈഖുന ഉസ്താദ്. അവസാനം മരിക്കുമ്പോൾ പോലും സ്ഥാപനയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട്, കലന്തരിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ ഒരു ചെറിയ യതീമായ വിദ്യാർത്ഥി ഞങ്ങൾ പഠിക്കുന്ന സമയത്തിൽ വന്നു. ചക്കമക്കിലെ ബാപ്പ മരിച്ച സമയത്തിൽ വന്ന സമയത്ത് ചെറിയ കുട്ടിയാണ്, നടക്കാൻ പോലും കഴിയാത്ത ചെറിയ കുട്ടിയായതുകൊണ്ട് അവന്റെ ഉമ്മാമയോട് പറഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥികളെ ചേർക്കാമെന്ന്. എന്നിട്ട് ഉസ്താദ് അവിടെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ദീനും പഠിപ്പിച്ചുകൊണ്ടും സ്കൂളും പഠിപ്പിച്ചുകൊണ്ടും ഡിഗ്രിയും പഠിപ്പിച്ചു. എന്നിട്ട് ഒരു ഫൈസിയായ ഒരു പണ്ഡിതനായി കളഞ്ചേരിയിലുള്ള ഉസ്താദ് മജീദ് ഫൈസി എന്നുള്ള ഉസ്താദിനെ വളർത്തിയെടുത്തു. മാത്രമല്ല അവന്റെ എല്ലാ കണക്കും കാര്യങ്ങളും അവിടെ എല്ലാം നോക്കിയത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദാണ്. ആ ഉസ്താദ് അവസാനമായി മലനാടിലേക്ക് കടന്നു വന്നിട്ട് ഉസ്താദ് ലോക്ക്ഡൌൺ ആയിട്ട് 10 സമയത്തിൽ പോലും ഉസ്താദ് നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു, അങ്ങനെ
ഞാൻ പോയി സയ്യിദ് ഉസ്താദ് ഇവിടെയുള്ള 2 ദിവസം ഉസ്താദോട് കൂടെ അവിടെ താമസിച്ചു ഞാൻ. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈഫുന ഉസ്താദിൽ നിന്ന് ഞാൻ അവിടെ പിടവിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അത് ഉസ്താദ് രണ്ടാമത് ക്ഷീണിതനായപ്പോൾ ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് സയ്യിദ് ഉസ്താദ് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞാൻ ഉസ്താദിലേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്തിൽ അതാ മജീദ് ഉസ്താദിനെ വിളിച്ചിട്ട് ആ മജീദ് ഫൈസ് ഉസ്താദിനെ വിളിച്ചിട്ട് അതുപോലെ ഉസ്താദ് ഒരു സമ്പലം പോലും അവരുടെ കയ്യിലേക്ക് കൊടുത്തില്ല. വെറുതെ എന്തെങ്കിലും ചെലവ് ചെയ്തു പോകും, ആരുമില്ല, നോക്കാൻ ആരുമില്ല, ഈ പണം നീ ചെലവ് ചെയ്തു പോകും എന്ന് പറഞ്ഞിട്ട് ഒരു രൂപയുടെ പൈസ അവരുടെ കയ്യിൽ കൊടുത്തില്ല. എന്നിട്ട് എല്ലാം ഉസ്താദിന്റെ കയ്യിലുണ്ടായിരുന്ന പണം അന്നത്തെ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നിതാ ബാങ്ക് പോയിട്ട് അക്കൗണ്ട് ആക്കി വരണം. എന്നിട്ട് അവർ അക്കൗണ്ട് ആക്കി വന്ന സമയത്തിൽ ആ അക്കൗണ്ടിലേക്ക് അവരുടെ പൈസ പണമെല്ലാം സയ്യിദ് ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു, ഈ പൈസയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വരണം. അങ്ങനെല്ലാം പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം വന്നിട്ട് അക്കൗണ്ടിന്റെ ബുക്ക് പിടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്താൽ അവിടെ നിന്ന് ഞങ്ങൾ ഉസ്താദ് അവരോട് വിഷയം പറയുകയാണ്, ഇത് നിന്റെ ജീവിതത്തിൽ നിന്റെ കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത്, നിന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിയോളണം, ഇത് ഞാനില്ല, ഞാൻ ഇവിടെ ജീവിക്കുന്നില്ലെന്ന് അവളോട് പറഞ്ഞുകൊണ്ട് ഒരേ വിഷയങ്ങൾ അവളോട് പറഞ്ഞു. അതുവരെ അവളുമായി ഉസ്താദ് വരെ സംസാരിക്കാനില്ല. അവൾ ഉസ്താദിനെ പേടിച്ചിട്ട് ദൂരയോട് നടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഉസ്താദ് അന്നത്തെ ദിവസത്തിൽ മജീദ് ഫൈസിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിന്റെ കൊടയും അവിടെ കയ്യിൽ കൊടുത്തുകൊണ്ട്, ഇത് നീ സൂക്ഷിച്ചോ, എന്റെ ജീവിതത്തിൽ നോക്കിയോളണം, എന്റെ കുടുംബവുമായി നീ അടങ്ങി ഒന്ന് അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവനും മജീദ് ഫൈസിനോട് വസീയത്തൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് അവിടെ നിന്ന് വരികയാണ്. സഹോദരങ്ങളെ, ഇത് നിന്റെ കാര്യം നീയാണ് നോക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ശൈഖുൽ ഉസ്താദ് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് മരണത്തിന്റെ ഒരു ചിന്തയെ മാത്രമാണ്. മാത്രമല്ല സ്ഥാപയുടെ വന്നിട്ട് അന്നത്തെ ദിവസത്തിൽ സയ്യിദ് ഉസ്താദിനും വീട്ടിലാണുള്ളത്. അങ്ങനെ തിടുപ്പേ ഫോൺ വിളിച്ചിട്ട് അവിടെ കർഫ്യൂമായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തിൽ സയ്യിദ് ഉസ്താദിനെ വിളിച്ചിട്ട് ഇന്ന് വരണം, നിങ്ങൾ ഘട്ടത്തിലേക്ക് പോയിട്ട് ഒന്ന് സ്ഥാപനത്തിലേക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞ സ്ഥാപനയിലേക്ക് വന്നുകൊണ്ട് അവിടുന്ന് മാത്രമല്ല കണക്കെല്ലാം ശരിയാക്കിയിട്ട് ഒരു 25,000 രൂപ ആ നോട്ടിൽ എഴുതാൻ ബാക്കിയുള്ള സമയത്തിൽ മരിക്കാൻ ഒരു 4 മണിക്കൂർ മുമ്പ് പോലും സയ്യിദ് ഉസ്താദിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇതുവരെ 22,000 രൂപ എഴുതാൻ ബാക്കിയുണ്ട്, അത് ആ പുസ്തകത്തിൽ ഒന്ന് എഴുതി കൊടുക്കണം, ആ 22,000 രൂപ കണക്ക് എഴുതിയിട്ട് എന്റെ കണക്കൊന്ന് ശരിയാക്കിയുള്ളത് നോക്കണം നിങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് സ്ഥാപനയെ നിങ്ങൾ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശൈഖുന ഉസ്താദിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്തവരെ ഉസ്താദിന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുത്തവരെ ഉസ്താദിന്റെ മദദും ബർക്കത്തും അല്ലാഹു തആല നമ്മെ നൽകുമാറാകട്ടെ. ഉസ്താദിനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു നമ്മേവർക്കും നൽകിയിട്ടുണ്ടാകട്ടെ. അല്ലാഹു തആല നാളെ സ്വർഗ്ഗത്തിലുള്ള യുദ്ധമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിലേക്ക് ഒരുപാടുകാരെ സഹായിച്ചവർ ഭക്ഷണത്തിന് വേണ്ടി, അരിവിന് വേണ്ടി, അതുപോലെ തന്നെ ഇറച്ചിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരതിന് വേണ്ടി അധ്വാനിച്ച് സഹായിച്ചവർ അല്ലാഹു തആല പ്രത്യേകം ഹൈറും ബർക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ളതായ ഒരു കാരണമാകുന്നതായ ഒരു സദസ്സിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നാം ഈ സംഗമം സംഗമിച്ചത് ആദ്യം തന്നെ നമ്മുടെ സ്ഥലം ഖതീബായ സ്നേഹുൽ ഉസ്താദ് അസീസ് ദിക്റുൽ അംബിയാ ഇബാദ വൽ സ്വാലിഹീൻ ഖഫാറ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നാം ഇങ്ങനത്തെ സംഗമം സംഗമിക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള ലാഭം എന്താണ് ഓരോരുത്തർ മനസ്സിലാക്കണം. നാം ഇതുവരെ ഇരുന്നു പള്ളിയിൽ, മഗ്‌രിബിന് ശേഷം ഇതുവരെ ഇശാ വരെ ഇരുന്നു. ഈ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നപ്പോൾ നമുക്ക് ഇതിലുള്ള നേട്ടം എന്താണ്, ലാഭം എന്താണ് നാം ചിന്തിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും, ഞങ്ങളുടെ ദോഷത്തെ പുറത്തുകൊള്ളുന്ന ഒരു കാരണമായിട്ട് ഇങ്ങനെയുള്ളതായ ഒരു സ്മരിക്കല്, മഹാന്മാരെ സ്മരിക്കല് ഞങ്ങളുടെ ദോഷത്തിന്റെ പുറത്തുകൊള്ളുന്നതായ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ദോഷത്തെ പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഇന്ത്യ ഇവിടെ നിന്ന് സംഗമിച്ച് സംഗമ അങ്ങനെ നിന്ന് മരിച്ചു പോയതായ ചിക്കമംഗളൂർ, അതായത് മലനാടിന് മുഴുവന്റെ ചൊല്ല, മലനാടിന് മുഴുവൻ ചൊല്ല, നമ്മളെ സ്വത്തിന്റെ ചൊല്ല ശൈഖുന ഹംസ ഉസ്താദ് നവറല്ലാഹു മർഖദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഖബറിനെ വിശാലമായി കൊടുക്കുമാറാവട്ടെ, ദറജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമുക്ക് വലിയൊരു നഷ്ടമായി ഉസ്താദിന്റെ വിയോഗം ചൊല്ലുക. ഇത്രത്തോളം എല്ലാവരും ഹംസ സഹായത്തിലിരിക്കുമ്പോഴത്തേക്കും ഹംസ മൈലാർ ഹംസ മൈലാർ ഹംസ മൈലാർ അവിടെ കണ്ടെങ്കിൽ ഹംസ മൈലാർ ഉണ്ടാ ഹംസ മൈലാർ ഉണ്ടാണ്ട്. പക്ഷെ ഹംസ മൈലാർ ആ വീട്ടിൽ ഇപ്പൊ എന്തായി ഉസ്താദിന്റെ മൗത്തിന് ശേഷമായിട്ട് വലിയൊരു വലിയ ചൊല്ല. കാരണം ഉസ്താദിന്റെ മൗത്ത് അങ്ങനത്തെ മൗത്തായിട്ടിരിക്കുന്നത് ഈ പരിശുദ്ധമായ ദീനു വേണായിട്ടും സമസ്കൃത വേണായിട്ടും മാത്രമല്ല ഞങ്ങളെ ഈ മലനാട് പൂണെയിലും മദ്രസ അംഗീകരിക്കുക വേണായിട്ടും
ജാവും പോലും കഷ്ടപ്പെടുന്നതായ ഒരു പണ്ഡിതനായിട്ട് അപ്പൊ ഞങ്ങൾ അതെല്ലാം വിചാരിക്കുമ്പോൾ ഓരോ ജമാഅത്തും ഉസ്താദിനെ അനുസരണയാക്കുന്നത് കടമപ്പെട്ടതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മരണമാസനമായ മനസ്സിൽ കിടന്നിട്ട് സകലാത്ത അവസ്ഥ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾ എന്താക്കണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പലക കേട്ടിട്ട് ആ മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെങ്കിൽ മെച്ചമായ അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു ഉമ്മ ഒറ്റയ്ക്ക് ചൊല്ലപ്പെട്ടതല്ല. അങ്ങനെ ചൊന്നുകൊണ്ടിരിക്കണോ ആ മനുഷ്യ സകാലത്തിരിക്കുമ്പോഴത്തേക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോഴെങ്കിലും പക്ഷേ ഉസ്താദിന്റെ മൗത്ത് ഈ കേട്ടാലും ഉസ്താദ് ചൊല്ലുന്നു വളരെ വ്യക്തമായ നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ചൊല്ലുന്നു ഈ ലോകത്തോടെ പറഞ്ഞു പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നതല്ലേ. ആരുടെയെങ്കിലും അവസാന വാചകം മൻ കാന ആഖിറു കലാമുഹു ആരെങ്കിലും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നെങ്കിൽ അവൻ ദഖലൽ ജന്ന സ്വർഗ്ഗത്തിൽ കടന്നുണ്ട്. അതാ കൊണ്ടിട്ട് നല്ല ഉസ്താദ് ഇപ്പോ സ്വർഗ്ഗത്തിലുണ്ട്. അത് ശൈഖുനാ ഉസ്താദ് ഇപ്പോ സ്വർഗ്ഗത്തിലാണുള്ളത്. കാരണം ഉസ്താദ് മൗത്ത് മരിക്കുമ്പോൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് ചൊല്ലുന്നില്ല. ഉസ്താദ് സ്വയം ചൊല്ലിട്ടു ഈ ലോകത്തോട് പറഞ്ഞു പോയതാണ്. ബഹുമാനമുള്ള മനസ്സിലാക്കണം. അതുകൊണ്ടിട്ട് നാം ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് ഇത് ഒരു എന്തെല്ലാം ഓതി ഇവിടെ എന്തെല്ലാം ചൊല്ലി എല്ലാവരും ഉസ്താദിന്റെ ഹസ്രത്തിലേക്ക് ഹദിയ ചെയ്യണം. ആ ഉസ്താദിന് പുറത്തതിനായിട്ട് നമുക്കും അതുപോലെ മരിക്കാനുള്ള മാറാവില്ല. ഞങ്ങളെല്ലാം അതേപോലെ മരണം കൊതിച്ചിറങ്ങാം. അങ്ങനെ മരണം എങ്ങനെയായിട്ട് മൂക്ക് എങ്ങനെയായിട്ട് ആരും വിചാരിച്ചില്ല. ഉസ്താദ് ഇത്ര ചെയ്താൽ കിട്ടുകൊണ്ടു നാനും വിചാരിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഉച്ചക്ക് കുത്തി വന്നിട്ട് നമുക്ക് ഞാൻ ചോറിന് ദീക്ഷിച്ചാകുമ്പോൾ സാധാരണ ഉസ്താദിനൊക്കെ ഫോൺ ആക്കലില്ല. ഒരു ഗಂಟೆ ആകുമ്പോൾ ನಾನು ಉಸ್ತಾದ್ ಫೋನ್ ಬಂದು ಹೇಳ್ತೆ ಎಲ್ಲರೂ ಮೇಲಾರೆ പള്ളിയില്ല മേൽത്തൽ പറഞ്ഞു ഉസ്താദ് ഉച്ചക്ക് വിളിക്കുന്നതിന്റെ വളരെ കുറവാണ്. ഒന്ന് അസാറിന്റെ ടൈം വിളിക്കൂ അല്ലെങ്കിൽ ഒരു സുബൈയുടെ ടൈം. ഈ ഉച്ച ടൈം വിളിച്ചത് അത്യോർ മനസ്സിൽ കാണാത്ത ഉസ്താദ് ഉച്ചക്ക് വിളിച്ചേ ഞാൻ എന്തൊക്കെ ചോറിനെ കുത്തി തൊട്ടേ മേൽ പോയിട്ട് ഉസ്താദ് മുന്തിച്ച് മുണ്ടിച്ച് ഉസ്താദ് ഉസ്താദ് കിടന്നിട്ട് മുന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല മേലാരെ കുടിയന്തരം ആവുള്ളൂ മറിക്കില്ല നശയിക്കില്ല അതെ ഞങ്ങൾ ഇപ്പൊ സാധാരണ ചൊല്ലല്ലേ ഇത് ചൊല്ലിലും ഞങ്ങൾ എന്താക്കിയ ചൊല്ലണ്ട ഇങ്ങനെ ഞങ്ങൾ ചൊല്ലി നാളെ ചൊല്ല ഇല്ല ഇവിടെ എങ്ങനെ ആവുള്ളൂ. പിന്നെ നോക്കുമ്പോൾ നാം നാളെ പോയ നാളെ ചോറുണ്ട് ചൂണ്ടിയ അവസ്ഥ ചോറല്ല ഉണ്ട് ഉസ്താദ് സ്പെഷ്യൽ ഫുഡുകൾ തന്നിട്ടല്ലോ വേറെ നല്ല സ്പെഷ്യൽ അവസ്ഥ അതൊന്നും തൊട്ടില്ല. അങ്ങനെ ബുദ്ധിയുടെ ബാക്സിൽ ചെറിയ ചോറ് ഒരു ദാൽ മനസ്സിലാക്കണം. ടേബിൾ ഒരിക്കലും ദാലല്ല മീനും ഉസ്താദ് ചെറിയ ചോറ് ഒരു ദാൽ അവസ്ഥ വന്നിട്ട് പിന്നെ ഞങ്ങൾ ദിവസം പക്ഷെ ഞങ്ങൾ വിചാരിച്ച മറിച്ചുകൊണ്ടുണ്ട്. എല്ലാവരും ഇതേ പലക അവിടെ ഇബ്രാഹിം ആചാര്യ ചായ കുടിക്ക് പോയ അവസ്ഥ പോയിട്ടാകുമ്പോൾ ചായ എല്ലാം കുടിച്ച നല്ല പലാക്കി ഉസ്താദ് തിണ്ടിട്ട് നാളെ തിണ്ട ഉസ്താദ് ഇബ്രാഹിം ആചരിച്ചുകൊണ്ട് അതെ ഞങ്ങളതെല്ലാം ഞങ്ങളതെല്ലാം എന്നിങ്ങനെ പാലക്കാർ അങ്ങനെ കഴിക്കില്ല. പക്ഷെ ഞങ്ങൾ ആരും മനസ്സിലായില്ല ഉസ്താദ് ഞങ്ങൾ ഇത്ര പേര് കൊണ്ടുപോകുന്നു. ഉസ്താദ് ഇത്ര പേര് കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. ഇത്ര പേര് ഉസ്താദിക്ക് നിങ്ങൾ എല്ലാവർക്കും ನಂತರ ನಾವು ಇಂಥ ವ್ಯವಸ್ಥೆ ಹೋಗಿದ್ದೀನಿ ಮರ್ಚಲ್ ಪಿನ್ನೆ ನಾವು ಅಂಜವಸ್ಥೆ ಎಲ್ಲಾದ್ರೂ ನೇತೃತ್ವ ಇರುತ್ತೆ ಮಲೆನಾಡು. പക്ഷെ ഇന്ത്യ ആറും ഇല്ല. നല്ല റേഞ്ച് അറിയില്ല. ആറും ഇല്ല. ഉസ്താദ വില ഉസ്താദ് ഏത് തൊട്ടെങ്കിലും തൊട്ടത് പോലെ അത് കുറ്റിയടിച്ച് സ്പോട്ടിലാകാതെ എല്ലാം കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുള്ളതായ ഉസ്താദാണ് അങ്ങനെ കയ്യിൽ നിന്നിട്ട് വിട്ടുപിരിഞ്ഞു പോയത്. എല്ലാവരും ഉസ്താദുമായിട്ട് ദുആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ അവരുടെ വിശാലമായി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ദർജകളെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിനോടൊപ്പം ഞങ്ങളെ നമ്മിൽ മരിച്ചുപോയ കുടുംബക്കാരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് കുടുംബക്കാരെ വിളിച്ചു തങ്ങളുടെ ഇപ്പാട്ടറിച്ചാവും. ആ സമയത്ത് വിളിച്ചിട്ട് നന്റെ കിതാബ് ചക്കമക്കിയിട്ടുണ്ട്. വസിയത്തിങ്ങനെ ചെല്ലുന്ന കിതാബ് ചക്കമക്കിയിട്ടുണ്ട്. ആ കിതാബ് എല്ലാം ഔദ്യോഗികമാണ്. ആ കിതാബ് ലക്ഷ കൊടുത്തിട്ടല്ല അത്രയും അത്യാവശ്യമുള്ള ജീവിച്ചില്ല. ആ കിതാബ് എല്ലാം കൊണ്ടുപോയിട്ട് ഔദ്യോഗിക സൂക്ഷിക്കണം. പേനായ സമയത്ത് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ നോക്കി രണ്ടാമത് ನಾನು ಮರಿಚೆಂಗೆ ನನ್ನ ಉಸ್ತಾದ್ ಸಾಲ ತಂದರು. ಆ ಸಾಲ കൊണ്ട് ನನ್ನ ಮೈಯತ್ತು ಕೊಂಡೋയിട്ട് എടുത്തപ്പോഴോ
കബറടക്കിയ പിന്നെ ആ സാല് തിരിച്ചിട്ട് നല്ല ഔദ്യോഗിക പാടണം. മൂന്നാമത് ನಾನು ಮರಿಚಂಗೆ ಓರು ಅನ್ಯ ಸ್ತ್ರೀಯ ನನ್ನೆ ಮೈಯತ್ತು ನೋಕೋತೀರಾ ನಾ ಮರಿಚಂಗೆ ನನ್ನೆ കണ്ണു മുച്ചോ നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെ ചെന്നിട്ട് സ്ഥാപന വിഷയം ചൊല്ലി സ്ഥാപന കണക്കിന് വിഷയം ചൊല്ലു സ്ഥാപന ഇനി ഇത് അവസ്ഥ പറഞ്ഞ ഇങ്ങനെയുള്ള വിഷയം ചെന്നിട്ട് ഉസ്താദ് ഉസ്താദിനെ സാധുത കേട്ട് നന്റെ കബറിയുടെ എല്ലാം അറിഞ്ഞതുപോലെ മരിക്കുക റെഡിയായതുപോലെ റെഡിയായിട്ട് ചെല്ല ഉസ്താദ് നല്ല കബറിയുടെ ഉസ്താദിനെ സാധു ചെല്ലു. അല്ല ഉസ്താദെ, അല്ല അലിയാക്ക, നീ എന്തിങ്ങനെ ചെയ്യപ്പെട്ടത്? നിങ്ങളെ ചാവകൽ ബാബയുടെ ഹിദ്മത്തെടുത്തുള്ള ആരെങ്കിലും നിങ്ങൾ അല്ലാഹു കാക്കൂ, നിങ്ങൾ എന്ത് ചെല്ലോട്ടിയാൽ ആ സമയത്ത് ഉസ്താദ് ചെല്ലേ എന്നിട്ട് നിങ്ങൾ ഖബർ എവിടെ അടയ്ക്കെങ്കിൽ ആ ഖബർ നാമവർദ്ധനെ കിടക്കണ്ട ചന്ദ്ര ധാരധാരയായിട്ട് ഉസ്താദ് സമയത്ത് അവസാനത്തെ നിമിഷം പിന്നെ ഉസ്താദ് അവിടെ ചെന്ന് നല്ല ബാഗ് എടുത്തിട്ട് ബാഗ് എടുത്ത് കൊടുക്കുക. അത് ഇങ്ങനെ ഉസ്താദ് ആയിട്ട് തേടിയുണ്ടോ തേടുന്ന ടൈമൊരു നാക്കട്ടെ എന്തൊരു ഉസ്താദ് വേണായി ഉസ്താദ് സലാത്ത് കിതാബുള്ള സലാത്ത് കിതാബ് എടുത്തിട്ടുണ്ട്. ആ സലാത്ത് കിതാബ് എടുത്ത് കൊടുത്തപ്പോ ഉസ്താദ് പേച്ച് മരിച്ചിട്ടുണ്ട്. ഈ ബൈത്തെന്ന ബൈക്ക് ആ ബൈത്ത് വായിക്കുമ്പോഴാണ് സിനാൻ ഉസ്താദിട്ട് കൊടുക്കുക. സിനാൻ ഉസ്താദ് ഇങ്ങനെ ബൈത്ത് വായിക്കുക. ആ ബൈത്ത് ഖബറിനെ സംബന്ധിച്ചിട്ടും ഖബറിലുള്ള അദാബിനെ സംബന്ധിച്ചിട്ടും ഖബറിലെ ചോദ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ആ ബൈത്ത് ആ ബൈത്ത് ഇങ്ങനെ സിനാൻ ഉസ്താദ് വായിച്ചു കൊടുക്കുമ്പോൾ ഉസ്താദ് അന്തരക്കട് പിടിച്ചിട്ടു. ആ ഖബർ നാ കിടക്കണ്ടേ, ആ ഖബർ നാ കിടക്കണ്ട കിടക്കുക. ആ ഉസ്താദെ അടിച്ചിട്ട് ആ ഖബർ നാ കിടക്കണ്ടേ ചോദ്യങ്ങൾ വിളിപ്പിട്ട് അതിൽ കണക്കുകൾ വിശദീകരിച്ചിട്ട് ഞാൻ തുടക്കം മുതൽ ഇതുവരെ ഞാൻ കറക്റ്റായിട്ട് കണക്ക് നോക്കിയിട്ട് ആ സ്ഥാപനയുടെ കണക്കിടെ ഞാൻ അല്ലാഹുവിനോട് കണ്ടേ ധാരധാരയായിട്ട് കണ്ണ് തന്നെടുത്ത് വിളിപ്പിട്ട് ശേഖനാണ്. നോക്കൂ മോഹിനികളെ, സ്ഥാപന തുടക്കം മുതൽ മരിക്കുറോടുള്ള സെക്രട്ടറിയും മാനേജ്മെന്റും പ്രിൻസിപ്പാളും മുദർറിസും എല്ലാ സ്ഥലവും ഒരു സ്ഥാപന യഥാർത്ഥ ഖാദിമുടെ പോലെ ഒരു സ്വറത്തോടെ പോലെ പ്രതിയൊന്നും സ്വറാക്കിന്റെ ഉസ്താദ് മരിക്കുന്ന സമയത്ത് ചെണ്ടേ ഒരു കണക്ക് പോലും ഒരു കണക്ക് പോലും ഇതുവരെ സാക്ഷി ഉസ്താദ് ഒരു നാല് ഉസ്താദ് എത്ര ഇവിടെ കണക്കാണ് ഉസ്താദ് ചിലപ്പോ ഉസ്താദ് ഒരു കണക്കിട്ടാത്ത സമയത്ത് മരിച്ചിട്ട് കണക്കാക്കിട്ട് ആ കണക്ക് എവിടെ അവരുടെ വോൾട്ടേജ് എവിടെ ചെന്നിട്ട് നോക്കിട്ടെ കണക്ക് പൂർത്തിയാക്കി ഇട്ടിരിക്കും. അല്ലാണ്ട് ഒരു കുറെ ചെന്നിട്ട് കൂട്ടിരിക്കാനെ അല്ലെങ്കിൽ യാരെ ചെന്നിട്ട് അത്രയും സൂക്ഷ്മതയോടെ നോക്കിയ ഉസ്താദ് മരിക്കുന്ന സമയത്ത് ഉൾപ്പെട്ട് ആ കണക്കിടെ അല്ലാഹുവിന്റെ എല്ലാ ഒരു ദുഃഖത്തോടെ ഓരോന്നും പിന്നെ പിന്നീട് സ്വന്തം ഭാര്യയെ ഇങ്ങനെ ഷെയറാക്കിട്ട് സുബൈറ്റ് അതേ ചവല്ലാതെ പഠിച്ചിട്ട് കൈ കൊടുത്തിട്ടു ഉസ്താദ് തീരെ സുഖമില്ല ആസ്പത്രിയുടെ പ്രിൻസിപ്പാട്ടി പത്തനത്തിലെ കിടക്കും പല സമയത്ത് ഇഷാനിസ്കരിക്കല്ലേ പിന്നീട് വിളിച്ചു പോയിട്ട് മുകളിൽ പഠിപ്പ് വന്നിട്ട് അതേ സമയത്ത് എന്നിട്ട് ആ മരിക്കുന്ന സമയത്ത് പോലും മിസ്സാകില്ല. അതിന് മുന്നോട്ട് ചാവും തീരെ സുഖമില്ലാതെ ടൈമും പോലും 6 തഹജ്ജുദ് ആന്തരി ചാവും 4 ഗಂಟೆ എഴുതിട്ട് വീണ്ടും നിസ്കരിച്ചിട്ട് 6 കഥ എനിക്ക് നിസ്കരിക്കുക തീരെയിട്ടില്ല. ആ സമയത്ത് പോലും അങ്ങനത്തെ സമയത്ത് പോലും നിസ്കാരം പോലും മുട്ടുണ്ടെങ്കിൽ ആ ശേഖന അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിനായിട്ട് മാത്രം ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചിട്ട് ചെല്ലത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ വിഷയവും ചർച്ചകളുടെ വിഷയം യഥാർത്ഥ ഓരോ തുറന്നത് കാണുമ്പോ സബർ വിഷയെടുക്കുമ്പോ അഹങ്കാര വിഷയെടുക്കുമ്പോ ഇബർ വിഷയെടുക്കുമ്പോ തവാദുൽ വിഷയെടുക്കുമ്പോ മാതാപിതാ ഗുണചേര വിഷയെടുക്കുമ്പോ പ്രതിയൊന്നും ഹദീസുകളിൽ നോക്കുമ്പോ കണ്ണിൽ കിനാവായിട്ട് കാണേ സ്വപ്നമായിട്ട് കാണേ പ്രതിയൊന്നും ഉസ്താദിനെ ഏതുമില്ല
ജീവിതം ചുരുങ്ങിയ ഭക്ഷണം ആഡംബരമില്ല ഒന്നുമില്ലാത്തൊരു ജീവിതം വീണു അങ്കിളം പാവത്തിനും ചെറിയൊന്നും ചെറിയൊന്നും പാവത്തിനും വയസ്സിലെ എല്ലാവരും വലിയ രീതിയിൽ കണ്ടങ്ങനത്തെ എല്ലാവരും കണ്ടിട്ട് പരിചയമുള്ള സുദീർഘമായി ഉസ്താദുകൾ പലർക്കൊണ്ടു ഇത്തബിലിസ് സംബന്ധിച്ചുള്ള ചെല്ലുണ്ട് ആലിമിനെ സാധ്യത ഇത്തബിലിസ്തരുടെ അറിയണക്ക് അങ്ങനത്തെ ആലിമികളാണ് സാധ്യത ഞാൻ അതേപോലെ ഷേഖുന ഉസ്താദ് അറിയണക്ക് ആലിമികളാണ് സാധ്യയില്ല നമ്മൾ ഉസ്താദ് യഥാർത്ഥ ജീവിതത്തിലെ എങ്ങനത്തെ സമയത്ത് കൂടാണ്ട് എങ്ങനത്തെ സമയത്തും അവാബിയും കൂടാണ്ട് ഊറ് വെള്ളിയാസം തസ്ബീഹ് നിസ്കാരം കൂടാണ്ട് ഊറും നാലും കൂടാൻ കണ്ട 13 വർഷത്തെ ജീവിതം അവസ്ഥകളുടെ കടന്നെങ്കിൽ ഊറും നാലും തഹജ്ജുദ് കൂടാണ്ട് ഊറും നാലും ഹഖാദറാത്തെ കൂടാണ്ട് ജീവിച്ചിട്ട് ഞങ്ങൾക്ക് എത്ര ധന്യമായ ജീവിതം നയിച്ചിട്ടായിട്ട് ഞങ്ങൾക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ അവസാനത്തെ ഫലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പോ യാതൊരു സംശയമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അസാദരൊട്ടിಗೆ സ്വർഗ്ഗത്തിൽ ഒന്നിച്ചിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ സുദീർഘമൊന്നും ചെല്ലാൻ ഇൻഷാ അല്ലാഹ് ഓരോ വിഷയം സന്ദർഭം അനുസരിച്ച് ചർച്ച അല്ലാഹു അതുകൊണ്ട് തൗഫീഖ് നൽകട്ടെ ومن شر الوباء والتعرض اللهم لا تؤاخذنا بسوء افعالنا ولا تؤاخذنا بخطايانا اللهم انا نسالك ان تعيذنا من عذاب القبر وتؤمننا من الفزع الاكبر وتنزينا من دار الضلال وتسكننا الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم